നമസ്കാരം. ഇന്ന് ഒരുപാട് അമ്മമാർ ഒ പിയിൽ വന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്, ഡോക്ടറെ മോൾക്ക് 15 വയസ്സായി ഇതുവരെ പീരീഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ മോൾക്ക് 16-18 വയസ്സായി ഇതുവരെ പീരീഡ് ആയിട്ടില്ല, ഇത് എന്തുകൊണ്ടായിരിക്കും വരുന്നത്? കാണാൻ അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള കുട്ടിയാണ്, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, പ്യൂബിക് ഏരിയയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ട്, കക്ഷത്തിൽ പിന്നെ ഗുഹ്യഭാഗങ്ങളിലൊക്കെ ഹെയർ ഗ്രോത്ത് ഒക്കെ വന്നിട്ടുണ്ട്, കുട്ടിക്ക് അത്യാവശ്യം ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട്, മെൻ്റൽ മെച്യൂരിറ്റി ഫിസിക്കൽ മെച്യൂരിറ്റി എല്ലാം വന്നിട്ടുണ്ട്, പക്ഷേ പീരീഡ് ആയിട്ടില്ല. ചില കുട്ടികളിൽ നേരെ തിരിച്ചായിരിക്കും, പ്യൂബിക് ഹെയർ ഇല്ല, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇല്ല, വലിയ ഹൈറ്റ് വെച്ചിട്ടുണ്ടാവില്ല, മുഖത്ത് മുഖക്കുരു രോമ വളർച്ചയെല്ലാം ഉണ്ടാവും, പീരീഡും ആയിട്ടുണ്ടാവില്ല. എന്നാൽ ചില കുട്ടികൾക്കാകട്ടെ പീരീഡിൻ്റെ സമയം, അതായത് പീരീഡ് ആവുന്ന ഓരോ സമയവും സൈക്ലിക്കലായിട്ട് വേദന വന്നു പോകുന്നുണ്ട്, എല്ലാ മാസവും കൃത്യം ഒരു ഡേറ്റ് ആവുന്ന സമയത്ത് ആൾക്ക് വേദന വന്നു പോകുന്നുണ്ട്, എന്നാൽ രക്തമൊന്നും കാണുന്നുമില്ല. ഇതെന്തുകൊണ്ടാണ്? ഇന്നത്തെ കാലത്ത് ഒരുപാട് കേസുകൾ നമ്മൾ ഇതുപോലെ കാണുന്നുണ്ട്. ഡോക്ടറെ മക്കൾക്ക് പീരീഡ് ആയിട്ടില്ല, എന്തുകൊണ്ടായിരിക്കും ഈ ഡിലേ വരുന്നത്? ഇതെൻ്റെ 3ാമത്തെ മോളാണ്, 2ാമത്തെ മോളാണ്, ആദ്യത്തെ മോൾക്ക് ഈ പ്രശ്നം വന്നിട്ടില്ല, ഈ കുട്ടിക്ക് മാത്രമാണ് ഇഷ്യൂ വന്നിട്ടുള്ളത്. ചില ഉമ്മമാർ പറയുന്നത് എല്ലാ മക്കൾക്കും, അവർക്കുണ്ടായ എല്ലാ മക്കൾക്കും ഈ ബുദ്ധിമുട്ടുണ്ട്, എനിക്കും ചെറുപ്പത്തിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു, കുറച്ച് ഡിലേ ആയിട്ടാണ് പീരീഡ് ആയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നോർമൽ ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് അബ്നോർമൽ ആയിട്ടുള്ളത്, എപ്പോഴാണ് ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ പീരീഡ് ഡിലേ ആവുന്നത് എപ്പോഴാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്? നോർമലായിട്ട് ആ കുട്ടിക്ക് മെച്യൂറേഷൻ സ്ലോ ആവുന്ന ഒരു സമയം, അതായത് സ്ലോ ആയിട്ടാണ് മെച്യൂറേഷൻ നടക്കുന്നത്, സ്ലോ ആയിട്ടാണ് ഡെവലപ്മെൻറ്റ് വരുന്നത്, അതുകൊണ്ട് തന്നെ പീരീഡ് ആവാനും അതിൻ്റേതായ സമയം എടുക്കുന്നുണ്ട്. രണ്ടാമത്തത് പാരമ്പര്യ ഘടനയാണ്, അതായത് സ്ഥിരമായിട്ട് ഇപ്പം നിങ്ങളുടെ ഉമ്മ ആ ഒരു ജനറേഷനിൽ എല്ലാവർക്കും ഇതേപോലെ ഡിലേഡ് പീരീഡ് ആണ് വരുന്നത് എങ്കിൽ ഈ കുട്ടിക്കും ഡിലേഡ് പീരീഡിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ്? കുട്ടിക്ക് ഒരു ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, നമ്മളിപ്പോൾ പ്രൈമറി ആയിട്ട് പ്യൂബർട്ടൽ ചേഞ്ചസ് എന്ന് പറയും, ഇപ്പം പീരീഡിൻ്റെ തൊട്ട് മുന്നെയാണ് ശാരീരികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പെൺകുട്ടികളിൽ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, ഒരു ബഡ് പോലെ ബ്രസ്റ്റിൽ ഒരു കല്ല് പോലെ ഒരു സാധനം ഡെവലപ്പ് ആവും ഇനിഷ്യൽ ഫേസിൽ, അത് പെയിൻഫുൾ ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ ലൂബ്രിക്കേഷൻസ്, വജൈനൽ ഏരിയയിൽ നിന്ന് ചെറിയ ലൂബ്രിക്കേഷൻസ് വരാൻ തുടങ്ങും, ഇതൊക്കെ പീരീഡിന് തൊട്ട് മുന്നോടിയായിട്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ പ്യൂബിക് ഭാഗത്ത് കക്ഷത്തിലൊക്കെ രോമ വളർച്ച കാണാറുണ്ട്. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്, സൗണ്ട് കുറച്ചും കൂടെ പിച്ചുള്ള സൗണ്ടൊക്കെ ആയിട്ട് മാറും. ഈ ചേഞ്ചസ് ഒക്കെ വന്നു തുടങ്ങി ഒരു 2-3 വർഷത്തിന് ശേഷമായിരിക്കും യഥാർത്ഥത്തിൽ ഓവറിയിൽ ഓവുലേഷൻ നടക്കുന്നതും പിന്നെ യൂട്രസിൽ ബ്ലീഡിങ് സ്റ്റാർട്ട് ആവുന്നതും. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഉള്ള സ്റ്റേജസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഈ സ്റ്റേജസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സം പ്രോബ്ലം ഇൻ ദ ഓവറി എന്നാണ്, കുട്ടിയുടെ അണ്ഡാശയത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഹോർമോൺ സംബന്ധമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ കുട്ടിക്കുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓവറിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈസ്ട്രോജൻ എന്ന ഹോർമോൺ ശരീരത്തിൽ കുറവായിരിക്കും. ഈസ്ട്രോജൻ എന്ന ഹോർമോൺ കുറവാകുന്ന സമയത്താണ് ഓവറി ശരിക്കും പ്രവർത്തിക്കുകയില്ല, ഓവുലേഷൻ നടക്കില്ല, കൃത്യമായിട്ടൊരു ബ്ലീഡിങ് കുട്ടിക്ക് വരാനുള്ള സാധ്യതയില്ല, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടാവുന്നില്ല. ഇത്തരം ചേഞ്ചസ് ഇല്ലാതെ ഇരിക്കുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ ഇത് നമുക്ക് കുറേ രീതിയിൽ പറയാം. ഈ പീരീഡ് ആവാത്ത പല സ്റ്റേജസ്, പല രീതികളിലുണ്ട്. ഒന്ന് ഓവറിയുടെ പ്രശ്നം കൊണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ ഗൊണാഡൽ ഡിസ്ജനസിസ് എന്ന് പറയും, അതിൽ പെട്ടതാണ് ഈ ടെർണർ സിൻഡ്രോം ഒക്കെ. കുട്ടി ഹൈറ്റ് വെക്കുന്നില്ല, മറ്റ് ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ടെർണർ സിൻഡ്രോം ഒക്കെ ഈ ഗൊണാഡൽ ഡിസ്ജനസിസിൽ വരുന്ന, ഇതിൽ ഓവറി നമുക്ക് സ്കാൻ റിപ്പോർട്ടിൽ സ്ട്രീക്ക് ഓവറീസ് എന്നായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക, അതായത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഒന്നും നടക്കുന്നില്ല. രണ്ടാമത്തെ വിഷയം പ്രൈമറി ഓവേറിയൻ ഡിസ്ഫങ്ഷൻ ആണ്. അപ്പം ഓവറിയിലെ എഗ്സ് നേരത്തെ ഡിപ്ലീറ്റ് ആയിട്ട് പോവുക, നേരത്തെ അവസാനിച്ച് പോവുക. ഒരു കുട്ടി പീരീഡ് ആയിക്കഴിഞ്ഞാൽ, ഒരു 15 വയസ്സിൽ ആവറേജ് പീരീഡ് ആയിക്കഴിഞ്ഞാൽ 55 വയസ്സ് വരെയോ അല്ലെങ്കിൽ 45 മുതൽ 55 വയസ്സിനിടയിലായിരിക്കും പീരീഡ് നിൽക്കുന്നത്. അതുവരെയുള്ള എഗ്ഗുകൾ നമ്മുടെ ഓവറീസിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു നല്ല ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആളുടെ 20s-ലും 30s-ലുമാണ്. അപ്പോൾ ഈ 20s-ലും 30s-ലും ഒരു സ്ത്രീക്ക് ആവശ്യമായിട്ടുള്ള അണ്ടങ്ങൾ അവിടെ വേണം. എന്നാൽ ഇത്തരം കേസുകളിൽ അണ്ടങ്ങൾ നേരത്തെ തീർന്നു പോവുകയാണ്. 20 വയസ്സിൽ തന്നെ അണ്ടങ്ങളില്ല, ചെന്ന് നോക്കുമ്പോൾ AMH ഹോർമോൺ ടെസ്റ്റ് ചെയ്താൽ ലോ ആയിരിക്കും, ബിലോ 1 ആയിരിക്കും, എഗ്ഗുകൾ തീരെ ഇല്ല, ഉള്ളതിന് ക്വാളിറ്റി ഇല്ല. അത്തരം കേസുകളിലും ഹോർമോൺ ഡെഫിഷ്യൻസിയും കൂടെ ഉണ്ടാകുമ്പോൾ ഈ ഒരു പീരീഡ് ഡിലേ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഗൊണാഡൽ ഡിസ്ജനസിസ് അല്ലെങ്കിൽ സ്ട്രീക്ക് ഓവറീസ് അല്ലെങ്കിൽ പ്രൈമറി ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്, ഓവറിൻ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് ഓവറിയിലെ എഗ്ഗുകൾ നേരത്തെ തീർന്നു പോകുന്നൊരു കണ്ടീഷനാണ്. ഇത് രണ്ടും ഓവറി സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. രണ്ടാമത്തത് മുള്ളേറിയൻ അജനസിസ് എന്ന് പറയും. അത് എന്തെങ്കിലും യൂട്രസിലോ വജൈനയിലോ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രക്ചറൽ പ്രശ്നങ്ങളായിരിക്കാം. ചിലപ്പോൾ യൂട്രസ്, ഗർഭപാത്രം തീരെ വികസനമില്ല, വലുപ്പം വെച്ചിട്ടില്ല, ചെറിയ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവേണ്ട അതേ സൈസിലാണ് ഗർഭപാത്രം നിൽക്കുന്നത്. ഇത് പ്രഗ്നൻസിക്കൊക്കെ ഭാവിയിൽ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണ്. സറഗേറ്റ് മദറൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ എഗ്ഗുകളിനെ ആവശ്യമായിട്ട് എടുക്കാം, ഓവറിൽ എഗ്ഗ് ഉണ്ടെങ്കിൽ എഗ്ഗ് യൂസ് ആവും, പക്ഷേ ഗർഭപാത്രം ആവശ്യത്തിന് വലുപ്പമില്ല, വികാസമില്ല, ഗർഭപാത്രത്തിൽ ലൈനിങ് വരുന്നില്ല, ഇവിടെയും ഹോർമോണലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും.
ഉണ്ടാവും. പിന്നെ രണ്ടാമത് വരുന്നത് ട്രാൻസ്വേഴ്സ് വജൈനൽ സെപ്റ്റം എന്ന് പറയും. ഇതിൽ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അതായത് കുട്ടിക്ക് പ്യൂബർട്ടൽ ചേഞ്ചസ് ഉണ്ട്, ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ഉണ്ട്, ഒരു പ്യൂബർട്ടിയുടെ ആയിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കുട്ടിക്ക് വരുന്നുണ്ട്, എന്നാൽ പീരീഡ് ആവുന്നില്ല. ഇവിടെ പ്രശ്നം വജൈനൽ ഒരു സെപ്റ്റം കവർ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് സർജിക്കൽ മാനേജ്മെൻറ്റ്, അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് വരും, അവിടെ ബ്ലഡ് കെട്ടിക്കിടക്കുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് ഇംപെർഫറേറ്റ് ഹൈമൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കന്യാചർമ്മം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ചില കുട്ടികളിൽ ഈ കന്യാചർമ്മം മൊത്തമായിട്ട് വജൈനനെ കവർ ചെയ്തിട്ടാണ് വരിക. എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് കന്യാചർമ്മം എന്ന് പറയുന്നത് കംപ്ലീറ്റ് മൂടിയ പോലെ, ഒരു പാട പോലെ ഒരു മൂടിയ സാധനമാണ്. അത് കല്യാണം കഴിഞ്ഞ് ഒരു ബന്ധപ്പെടൽ കഴിയുമ്പോൾ മാത്രമാണ് പൊട്ടുന്നത് എന്നുള്ളൊരു ചിന്താഗതി പലരിലും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഹൈമൻ എന്ന് പറയുന്ന ഒരു മെംബ്രെയിനാണ്. അത് ഓൾറെഡി ഓപ്പണിംഗ് ഉള്ളൊരു മെംബ്രെയിൻ തന്നെയാണ്. ചില കേസുകളിൽ അത് ക്ലോസ്ഡ് ആയിട്ട് വരാം. അത്തരം കേസുകളിൽ സർജിക്കൽ മാനേജ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. അവിടെ ബ്ലഡ് കെട്ടിക്കിടക്കാനും സൈക്ലിക്കൽ പെയിന് കുട്ടിക്ക് വരാനും സാധ്യതയുണ്ട്. അതായത് എല്ലാ പീരീഡിൻ്റെ സമയമാകുമ്പോൾ കുട്ടിക്ക് ഇൻറ്റേർണലി ബ്ലീഡിങ് നടക്കുന്നുണ്ട്. ആ ബ്ലഡ് അവിടെ കെട്ടിക്കിടന്ന് ആ ഒരു സ്ട്രെച്ചിങ് ഉണ്ട്, ആ മെംബ്രെയിൻ ഒരു സ്ട്രെച്ചിങ്ങും ബൾജും വരാൻ ചാൻസ് ഉണ്ട്. അടിക്കടി മൂത്രത്തിൽ പഴുപ്പ് പോലുള്ള കംപ്ലയിൻസ്, അടിവയറ് വേദന വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കേസുകളിൽ നമ്മൾ സർജിക്കൽ മാനേജ്മെൻറ്റ് തന്നെ ചെയ്യണം. ഈ ഇംപെർഫറേറ്റ് ഹൈമൻ ആണെങ്കിലും അല്ലെങ്കിൽ വജൈനയിൽ ഒരു സെപ്റ്റം വരുന്ന കേസുകളിലാണെങ്കിലും നമ്മൾ സർജിക്കൽ മാനേജ്മെൻറ്റ് ചെയ്താൽ മാത്രമേ അത് ക്ലിയർ ആവുന്നുള്ളൂ. അപ്പോൾ ഇത്തരം കേസുകൾ നമ്മൾ അനലൈസ് ചെയ്യണം. എവിടെയാണ് സ്ട്രക്ചറൽ ഡാമേജ് ഉള്ളത്, കുട്ടിക്ക് സ്ട്രക്ചറലി ആണോ ഡാമേജ്, ഇത് നമുക്ക് സർജിക്കലി ക്ലിയർ ചെയ്യാം. ഇനി സ്ട്രക്ചറലി യൂട്രസിനാണോ വലിപ്പക്കുറവ്, ഓവറിക്കാണോ പ്രശ്നങ്ങൾ എന്നുള്ളത് അനലൈസ് ചെയ്യാം. അതല്ലെങ്കിൽ ഹോർമോണലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ, ഗൊണാഡൽ ഡിസ്ജനസിസ് പോലെ, ടർണർ സിൻഡ്രോം പോലെ. അപ്പോൾ ഒരു കുട്ടീനെ നമ്മൾ ഒ പിയിൽ എത്തിക്കേണ്ട എപ്പോഴാണ്, ചികിത്സ തുടങ്ങേണ്ടത് എപ്പോഴാണ്, ആ കുട്ടിക്ക് ചികിത്സ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടീനെ നിങ്ങൾ ശ്രദ്ധിക്കുക, 15 വയസ്സായിട്ടും പീരീഡ് ആയിട്ടില്ല, എന്നാൽ ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ട്. എന്നാൽ ഇതേപോലെ തന്നെ 15 വയസ്സായിട്ടും പീരീഡ് ആയിട്ടില്ല, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റും ഇല്ല, യാതൊരു വിധത്തിൽ പ്യൂബർട്ടൽ ചേഞ്ചസും ഇല്ല, തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടീനെ കൺസൾട്ട് ചെയ്യിപ്പിക്കണം. ഇത്തരം ടെസ്റ്റുകൾ ചെയ്യണം. അതിൽ ഹോർമോണൽ ടെസ്റ്റ്, എൻഡോക്രൈനൽ ടെസ്റ്റ്, അതുപോലെ സ്കാന്, പിന്നെ ബോൺ എക്സ്റേസ് എടുക്കണം. ഈ ബോൺ ഏജ് എക്സ്റേ എടുക്കണം. അപ്പോൾ ചില കുട്ടികൾ നമ്മൾ എക്സ്റേ എടുക്കുന്ന സമയത്ത് ബോൺ ഏജ് 9 വയസ്സിൻ്റെ ആയിരിക്കും, കുട്ടിക്ക് 15 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ ഈ ബോൺ ഏജ് എക്സ്റേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത്തരം ഒരു കേസ് എടുക്കുന്ന സമയത്ത് കുട്ടിയുടെ ഹിസ്റ്ററി കംപ്ലീറ്റ് വേണം. കുട്ടി ജനിച്ച സമയം തൊട്ടുള്ള ഹിസ്റ്ററി, ഡെവലപ്മെൻറ്റൽ ഹിസ്റ്ററി, പ്യൂബർട്ടൽ ഹിസ്റ്ററി, ഇത്രയും ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഒരു മെഡിസിൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ എല്ലാ കേസുകളിലും മെഡിസിൻ പോസിബിൾ അല്ല. ചില കേസുകൾ സർജിക്കലി മാനേജ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇനി ഈ കേസിൽ തന്നെ നിങ്ങൾ ഇപ്പം പലരും വന്ന് പറയാറുണ്ട്, ഡോക്ടർ എങ്ങനെയെങ്കിലും ഒന്ന് പീരീഡ് ആയി കിട്ടിയാൽ മതി എന്നുള്ളത്. ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പലരും മനസ്സിലാക്കുന്നത് ഒന്ന് പീരീഡ് ആയി കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആവും എന്നുള്ളതാണ്. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഗൊണാഡൽ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണ പീരീഡ് ആക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ പീരീഡ് ആക്കാൻ ഏതെങ്കിലും ഡോക്ടർ നിങ്ങൾക്ക് മരുന്ന് തന്ന് പീരീഡ് ആയി എന്ന് കാണുമ്പോൾ സന്തോഷിക്കുന്ന ഒരുപാട് ഉമ്മമാരെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒ പിയിൽ വന്നിട്ട് ഡോക്ടറെ കഴിഞ്ഞ തവണ ആ ഡോക്ടറെ കാണിച്ചപ്പോൾ പീരീഡ് ആയിരുന്നു അവിടുന്ന്, പിന്നീടാണ് പീരീഡ് ആവാതായത്. ഇവിടെ വന്നതിന് ശേഷം പിന്നീട് പീരീഡ് ആയിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്രശ്നം അവിടെയല്ല. പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്യേണ്ട പ്രശ്നം വേറെ എവിടെയോ ആണ്. അത് സോൾവ് ചെയ്യാതെ കുട്ടിക്ക് പീരീഡ് ആവാനുള്ള മരുന്നുകൾ കൊടുത്ത് പീരീഡ് ആക്കുന്നതും ഒറിജിനലി എല്ലാ ഫങ്ഷൻസും നടന്നുകൊണ്ട് ഒരു പീരീഡ് ആവുന്നതും രണ്ടും ഡിഫറെൻറ്റാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഓക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്, പ്രോപ്പർ അനലൈസേഷൻ ആവശ്യമാണ്, പ്രോപ്പർ ടെസ്റ്റുകളും ആവശ്യമാണ്. ഇനി ഒരു കുട്ടീനെ ഒ പിയിലേക്ക് എത്തിക്കേണ്ടത് പറയുകയാണെങ്കിൽ കുട്ടിക്ക് ഹൈറ്റ് കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ്, ഏജിനനുസരിച്ചുള്ള ഹൈറ്റ് കുട്ടിക്ക് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. അതുപോലെ തന്നെ സൈക്ലിക്കലായിട്ട് വേദന വരുന്നുണ്ട്, ബ്ലീഡിങ് വരുന്നില്ല, കുട്ടീനെ തീർച്ചയായിട്ടും ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കേണ്ടതാണ്. അതേപോലെ തന്നെ മുഖത്ത് കുരു വരിക, മുഖത്ത് രോമ വളർച്ച ഉണ്ടാവുക, പിന്നെ മെൻ്റൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാവുക, സൈക്കോളജിക്കൽ കംപ്ലയിൻറ്റ്സ് ആവാം, ഇറിറ്റബിലിറ്റി ആവാം, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുക, വിഷൻ പ്രോബ്ലം, കാഴ്ചയുടെ പ്രശ്നങ്ങൾ വരിക. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അത് കൂടാതെ പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പം ആൾക്ക് ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള കുട്ടികളുണ്ടാവാം. ഡയബറ്റീസ് ഉള്ള കുട്ടികളിൽ, കിഡ്നി ഡിസീസ് ഉള്ളവർക്ക്, ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ സ്ഥിരമായിട്ടുള്ള കുട്ടികളെയൊക്കെ നമ്മൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. പിന്നെ അവർക്ക് കൂടുതൽ ചെയ്യേണ്ട ടെസ്റ്റുകളിൽ പെട്ടതാണ് പിന്നെ ബോണേജ് എക്സ്റേ, അതുപോലെ ഒരു അൾട്രാസൗണ്ട് എടുക്കണം, പിന്നെ LH, FSH, പ്രൊലാക്റ്റിന്, ഈസ്ട്രോജൻ, ഇത്തരം ഹോർമോൺസ് ചെക്ക് ചെയ്യണം. വൈറ്റമിൻ D, വൈറ്റമിൻ B12, ഫെറിറ്റിൻ എല്ലാം ചെക്ക് ചെയ്യണം. പിന്നെ മാൽന്യൂട്രീഷൻ ഉണ്ടോ കുട്ടിക്ക്, വലിപ്പം വെക്കാത്ത കുട്ടികളുണ്ടാവും ഇതിൽ, വണ്ണം വെക്കുന്നില്ല, എന്ത് കഴിച്ചാലും വണ്ണം വെക്കുന്നില്ല, വിശപ്പില്ല, ഇത്തരം മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ അയണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്ത് ഇതെല്ലാം കൂടെ കോറിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിന് മാത്രമേ സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീടാണ് നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ AMH ഉണ്ടാവുന്നത്, എഗ്ഗുകൾ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ പിന്നീടാണ് നോക്കേണ്ടത്. ആദ്യം ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം അനലൈസ് ചെയ്യുകയാണ് ഇവിടെ വേണ്ടത്.
ഞാൻ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം റിപ്പോർട്ട് കാണുമ്പോൾ എല്ലാം ഒരേ ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് അല്ല. ആദ്യം നമ്മൾ എന്താണ് പ്രോബ്ലം അനലൈസ് ചെയ്ത് അതിന് വേണ്ടുന്ന ടെസ്റ്റുകൾ ചെയ്ത് ഇത് ക്രോമസോമലാണോ, എൻഡോക്രൈൻ ആണോ, അല്ലോ കാരിയോടൈപ്പിംഗ് ആവശ്യമായിട്ടുള്ളതാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും സിൻഡ്രോം ആണോ, ഇതെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. കുട്ടികൾക്ക് എപ്പോഴും ഒരു ലീനിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് അവരുടെ അച്ഛൻ്റെയും അമ്മേൻ്റെ ഹൈറ്റ് വെച്ചിട്ടുള്ള ഒരു ആവറേജ് ഹൈറ്റ് ആയിരിക്കും കുട്ടികളുടെ ഹൈറ്റായിട്ട് വരുന്നത്. അപ്പോൾ അത് അറ്റൈൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പീരീഡ് തുടങ്ങിയതിന് ശേഷം പിന്നീട് കുട്ടികൾക്ക് അത് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. പീരീഡിന് തൊട്ട് മുന്നേ, പീരീഡ് തുടങ്ങുന്നത് വരെയാണ് ആ ഒരു ഹൈറ്റ് പെൺകുട്ടികളിൽ അറ്റൈൻ ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ തന്നെ നിങ്ങൾ ഒരു 12-13 കഴിഞ്ഞിട്ടും പ്യൂബർട്ടൽ ചേഞ്ചസ് തുടങ്ങിയിട്ടില്ല എങ്കിൽ, അതായത് ഒരു 12 വയസ്സ് മുതൽ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് സംശയിക്കാം, ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടത് പ്രോപ്പർ സെക്ഷൽ എഡ്യൂക്കേഷനാണ്. അവരുടെ പ്രൈവറ്റ് പാർട്ടിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ വേണം. ഇപ്പോൾ പലരുടെയും ധാരണ മൂത്രമൊഴിക്കുന്ന ഭാഗവും വജേനയും ഒന്നാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. മാരീഡ് ആയിട്ടുള്ളവരിൽ പോലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമ്മൾ ഒ പിയിൽ കാണുന്നുണ്ട്. സ്വന്തം പ്രൈവറ്റ് പാർട്ടിനെ കുറിച്ചുള്ളൊരു കൃത്യമായ നോളജ് ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസിന് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ ജോബിത അപ്ഷൻ, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.